നല്ല സിനിമയായിരുന്നു, നന്നായിരുന്നു, നല്ല തമാശയും കൊള്ളാം, ഇഷ്ടപ്പെട്ടു, നന്നായി, എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഒന്നും പറയാനില്ല, അത് പറയാനില്ലല്ലോ, നന്നായി ചെയ്തിട്ടുണ്ട്. അതെ 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 അതെ, അതും ആൾക്ക് പറ്റിയൊരു റോളാണ്, നന്നായി ചെയ്തിട്ടുണ്ട്, എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ഓ ഇഷ്ടമായി, തീർച്ചയായിട്ടും. അതാ പറയണേ, വയലൻസ് ഒക്കെ കണ്ട് കണ്ട് നമ്മളെ മടുത്തിരിക്കുകയല്ലേ, അത് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല സിനിമ, നന്നായി. ഓ ചിരിച്ച് മതിയായി. ശരി, എന്താ തോന്നുന്നത് എൻ്റെ മുഖം കണ്ടിട്ട്? അടിപൊളിയല്ലേ? വളരെ നല്ല മൂവിയാണ്, ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറാണ്. സോ വളരെ ഹാപ്പിയാണ്. അറിയാമല്ലോ, ഇപ്പോൾ സിനിമാ ലോകത്ത് വേറെ ആവശ്യമില്ലാത്ത കുറേ ടെൻഷൻസിൽ കൂടെ കടന്നു പോവാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ശരിക്കും നല്ല റിലീഫാണ്. കാരണം അത്രയും നമ്മളെന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് എൻഡ് ഓഫ് ദ ഡേ. അപ്പം ഓഡിയൻസിന് എന്താണോ വേണ്ടത് അത് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പം സൈജു പറഞ്ഞിട്ടുണ്ട്, ഞാൻ വെറുതെ ഒരു പടം എടുത്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ സൈജുവിൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷനാണ്, കൂടെ തോമസ് തിരുവല്ലയുണ്ട്. അവർ നല്ലൊരു പ്രോഡക്റ്റ്, നല്ലൊരു ഡിസിഷനാണ് എടുത്തത്. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന കുറേ ജീവിതങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനർ, കംപ്ലീറ്റ്ലി എൻജോയ്. ഒരുപാട് ചിരിച്ചു, എനിക്ക് വേണം അട്ടഹസിച്ചിട്ടുണ്ട് തിയേറ്ററിൽ ഇരുന്നിട്ട്. ഒരുപാട് വിഷയങ്ങളെ അത് നല്ല കൊടുക്കേണ്ട ലെവലിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഒന്നുമില്ലെങ്കിൽ ഇത് കടന്നുപോയി അല്ലെങ്കിൽ നമ്മളിത് അറിയുകയെ കാണുകയൊക്കെ ചെയ്യുന്ന ജീവിതങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ക്ലാപ്പ് ചെയ്ത് പോകുന്നതും ചിരിച്ചു പോകുന്നതും. അപ്പോൾ അത് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് സിനിമയുടെ വിജയമാണല്ലോ. ഒരു പോയിന്റിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റിലേക്ക് അത് പോയതിന് ശേഷം പിന്നെ അവിടുന്ന് അത് തിരിച്ചിറങ്ങിയിട്ടേ ഇല്ല, അത് അതേ ഫേസിൽ പോയാണ് എൻഡ് ചെയ്യുന്നത്. സോ ഭയങ്കര ബ്യൂട്ടിഫുൾ. അയ്യോ അതെ, ശരിക്കും സായി ചേട്ടൻ്റെ ഗംഭീരമായിട്ടുള്ളൊരു ഇത് പെർഫോമൻസായിട്ട് ഫീൽ ചെയ്തു. കട്ടയ്ക്ക് കട്ട ശ്രീജേച്ചിയാണ് പിന്നെ കൂടുതൽ പറയാൻ തോന്നുന്നത്. ഒപ്പം തന്നെ കലച്ചേച്ചിയും നല്ല രീതിയിൽ കൂടെ നിന്നിട്ടുണ്ട്. ബാക്കി എല്ലാ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സും ഗംഭീരമായിട്ട് തന്നെ അതിനെ കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാ തരത്തിലും ഹാപ്പിയാണ്. വളരെ നല്ല മൂവിയായിരുന്നു. ഇറ്റ്സ് സച്ച് എ നൈസ് എക്സ്പീരിയൻസ്. ഫീൽ ഗുഡ് മൂവിയാണ്. ആൻഡ് കുറേ കാലം കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ഫീൽ ഗുഡ് മൂവി ആയിരുന്നത്. സോ അതിൻ്റെ ഹ്യൂമറും എല്ലാം വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സോ എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ പ്ലീസ്, താങ്ക് യു. പിന്നെ ഇഷ്ടം പോലെ ഹ്യൂമർ ഉണ്ട്. നമുക്കൊരു 90s ഒരു ഹ്യൂമർ ഓർമ്മ വരും പെട്ടെന്ന്. യാ, ഇഷ്ടം പോലെ ചിരിക്കാനുണ്ട്. താങ്ക് യു. പിന്നെ ഇഷ്ടം പോലെ എൻജോയ് ചെയ്തു. നല്ല മൂവിയാണ്. നമുക്ക് ഒരിക്കൽ പോലും ഇത് എന്ത് ബോറടിയാന്ന് തോന്നുന്നൊരു സംഭവമില്ല. ഒരു ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് താഴെ വരുന്നേ ഇല്ല. അപ്പം അങ്ങനെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. സോ എല്ലാവരും പോയി കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതൊരു എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആണ്. സോ പിന്നെ ഇതൊരു പ്രോപ്പർ ഫാമിലി മൂവിയാണ്. ആക്ച്വലി ഈവൻ കുട്ടികളെ വരെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു മൂവിയാണ്. ആക്ച്വലി ഈ ഒരു കാലത്തിലാണെങ്കിലും ഇതിനൊരു റെലവൻസ് ഉണ്ട്. ഹൗ സിറ്റുവേഷൻസ് ക്യാൻ ബി ഡെൽസ് ഡിഫറെൻ്റ്ലി. അപ്പം അങ്ങനത്തെ ഒക്കെ കേസസ് വരുമ്പം ഈ പടം എന്തായാലും കാണണം. സോ യാ, അത്രയേ ഉള്ളൂ. ഒരു അപ്പുറപ്പെട്ട് വീട്ടുകാരൻ്റെ ഒരു കഥ, ഫാമിലി മൂവിയാണോ? നല്ല മൂവി, നല്ല പടം, ചിരിക്കാനുണ്ട്. തുടങ്ങണ വരെ തീരുന്ന വരെ നല്ല തമാശ ചിരിയാണ് മാത്രമേ ഉള്ളൂ. ഈ ആൾക്കാർ വരുന്നുണ്ട്, അവർ പറയും, ചോദിക്കാം. ഓക്കെ, പടം കുഴപ്പമില്ല. അതൊരു കോമഡി ഫിലിം, കോമഡി പടമായിട്ട് ഒരു ഫീൽ ഗുഡ് ഫാമിലി കോമഡി പടം അങ്ങനെ ഉദ്ദേശിക്കുന്നത്. പിന്നെ പെർഫോമൻസൊക്കെ മറ്റേ എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഷൈജു കുറുപ്പൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. മനോഹരമായ സിനിമ, മനോഹരമായിട്ടുണ്ട്. തമാശയുണ്ട്. നമുക്ക് നമ്മുടെ എന്താ പറയുന്നത്, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്ന അറിയുന്നില്ല. വളരെ മനോഹരമായിട്ടുണ്ട്. ഹാർട്ട് ടച്ചിങ് ആണ്. കൂടുതൽ പറയുന്നില്ല, ഇനി അടുത്ത ആളുകളൊക്കെ കാണാനുണ്ടല്ലോ. വളരെ മനോഹരമായിട്ടുണ്ട്. ഭരതനാട്യം വളരെ മനോഹരമായ ഒരു ചിത്രമാണ്. തീർച്ചയായും എല്ലാ ഫാമിലിക്കും നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന വളരെ രസകരമായ ഒരുപാട് മുഹൂർത്തങ്ങളുള്ള ഒരുപാട് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഇമോഷൻസ് ഉള്ള ഒരു വളരെ മനോഹരമായ കുടുംബചിത്രമാണ്. എല്ലാ കുടുംബങ്ങളും ഈ സിനിമ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ നിരാശപ്പെടുത്തില്ല. നിങ്ങൾക്ക് തീർച്ചയായും ഒരു സന്തോഷകരമായ അനുഭവമായിരിക്കും. അടിപൊളിയായിരുന്നു, സൂപ്പർ.
സൂപ്പർ. നല്ലൊരു സിനിമ, നല്ലൊരു കുടുംബ ചിത്രമാണ്. നമുക്ക് സമയം പോകുന്ന അറിയുന്നില്ല. നല്ല ഫണ്ണായിരുന്നു, നല്ല മെസ്സേജ് ഉണ്ട്, നല്ല മൂവിയാണ്. സായികുമാർ ആയാലും സൈജു കുറുപ്പ് ആയാലും എല്ലാവരും നന്നായിട്ട് വർക്കൗട്ടായി. ഓക്കെ, താങ്ക് യു. അടിപൊളി സിനിമയാണ്, നല്ല രസമുള്ള സിനിമയാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സൈചേട്ടനാണെങ്കിലും സായികുമാറാണെങ്കിലും ഒക്കെ നല്ല അടിപൊളി പെർഫോമൻസ്, നല്ല രസമുള്ള മൂവിയാണ്. കോമഡി ഫാമിലി എൻ്റർടൈനർ തന്നെയാണ്, അടിപൊളി സിനിമയാണ്. താങ്ക് യു. ചേട്ടാ, ആദ്യത്തെ ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് ചിന്തിക്കുക, അത് കഴിഞ്ഞ് പടം വേറൊരു ലെവലാണ്. അടിപൊളി പടമാണ്, സൂപ്പർ പടമാണ്. അത്യാവശ്യം കോമഡി ഉണ്ട്, കുടുംബസമയം നമുക്ക് കാണാൻ പറ്റിയ പടമാണ്. പടം നന്നായിട്ടുണ്ട്. അതെ, അതിന് വളരെ സന്തോഷമുണ്ട്. നന്നായിട്ടുണ്ട് പടം, വളരെ സന്തോഷം കണ്ടതിൽ. ഇഷ്ടമായി വളരെ ഇഷ്ടമായി. കോമഡിയൊക്കെ കാണാൻ സൈജുമായിട്ട് വൈകുന്നേരം. അതെ, ഞാൻ ശരിക്കും ഇതൊരു കോമഡിയാന്ന് പറഞ്ഞിട്ടാണ് കാണാൻ വന്നത്. സൈജു നമ്മുടെ റിലേറ്റീവാണ്. അപ്പോൾ അവൻ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു ഇത് പ്രൊഡ്യൂസറായതായിരുന്നു. ശരിക്കും അവനൊരു ഫിലിം ഇൻഡസ്ട്രി വരുമെന്ന് പോലും വിചാരിച്ചിരുന്നതല്ലല്ലോ. അപ്പോൾ അവന് പ്രൊഡ്യൂസറും കൂടി ആയപ്പോൾ അത് ശരിക്കും ഞാനതൊരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടിയാണ് കാണാൻ വന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചാലും ഒത്തിരി ഇഷ്ടമായി. കാരണം ഇപ്പോൾ നടക്കുന്നൊരു സംഭവം തന്നെയാണെങ്കിൽ പോലും ആ ഒരു ഇതിനെ തന്നെ നല്ലൊരു രീതിയിൽ അതിനെ അവസാനിപ്പിച്ചു. അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, നമുക്കത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. പക്ഷെ അതൊരു പല കുടുംബങ്ങളിലും നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അതൊരു എന്താ പറയുക, എങ്ങനെ അത് അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു സംഭവമായിട്ടാണ് തന്നെ അവസാനിപ്പിച്ചത്. ഒത്തിരി ഇഷ്ടമായി, നല്ലൊരു സംഭവം തന്നെയായിരുന്നു.